ബംഗ്ലാദേശിൽ ഇന്ന് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1921 ഈ മലബാറിന്റെ മണ്ണിൽ എന്താണോ നടന്നത് അതാണ് ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അത് യാതൊരു സംശയവുമില്ല. ഇന്ന് ബംഗ്ലാദേശിൽ അത് ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ മതേതര മുന്നണി എന്ന് പറയുന്ന അങ്ങനെ വീമ്പ് പറയുന്ന ഇവിടുത്തെ കോൺഗ്രസിനെയും ഇവിടുത്തെ CPIM-നെയും അതുപോലെ ഇന്ത്യ മുന്നണിയിലെ സമാജ്വാദി പാർട്ടി അടക്കമുള്ള ഇവിടുത്തെ എല്ലാ കക്ഷികളെയും താങ്ങി നിർത്തുന്ന അവർക്ക് വിദേശത്തു നിന്നും അടക്കം ധാരാളം സാമ്പത്തികം കൊടുത്ത് അവരെ നിലനിർത്തുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന അവർക്ക് എല്ലാ തരത്തിലും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട കക്ഷിയാണ് ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ കിരാതമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകരെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കിന്ന് നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. ധാരാളത്തെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ക്രിമിനൽ സംഘം അഴിഞ്ഞാടുകയാണ്. വന്ന് കയറി അവരെ ക്രൂരമായ രീതിയിൽ അരുംകൊല ചെയ്യുന്ന, അവരെ ആക്രമിക്കുന്ന വീഡിയോകൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ആരാ? ഈ ജമാഅത്തെ ഇസ്ലാമികൾ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ തന്നെയാണ്. അത് കണ്ട് ലോകത്തൊന്നാം തരം ഈ മതക്കാർ അവരത് കണ്ട് ആസ്വദിക്കുക. വർഷം മുമ്പ് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലടക്കം ഈ മലബാർ മേഖലയിലല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ സമ്മേളനങ്ങൾ നടന്നു, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. എന്താ? പലസ്തീൻ ഗാസ ഐക്യദാർഢ്യ ദിനം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗും UDF-ഉം കോൺഗ്രസും അവരുടെ സമുന്നതരായ നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ കോഴിക്കോട് കടൽപ്പുറത്തുമൊക്കെ വലിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവർ അണിനിരന്നുകൊണ്ട് ഇപ്പുറത്തെ CPM-നെ LDF-ന്റെ ഭാഗത്തു മത്സരിച്ച് ഗാസയ്ക്ക് വേണ്ടി എന്തിന് ഇസ്രായേലിൽ നുഴഞ്ഞു കയറി അവിടെ 10,500 ഇസ്രായേലികളെ കൂട്ടക്കൊല നടത്തി അവിടെ നിന്ന് 250 ആളുകളെ തട്ടിക്കൊണ്ടുപോയ ഹമാസിനു വേണ്ടി, ഹമാസ് തീവ്രവാദ സംഘടനയല്ല സാന്ദ്ര സമര സേനാനികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർക്ക് വേണ്ടി ഹമാസ് ഐക്യദാർഢ്യം നടത്തിയ ബ്രാഞ്ച് തലങ്ങളിലും വാർഡ് തലങ്ങളിലും പോലും കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗ് പിന്നെ അവരുടെ ഭാഗമാണെന്ന് പറയാം. ഇത്തരത്തിൽ ഇത് മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ മതേതരത്തെ വാനോളം പുകഴ്ത്തി അതിന്റെ വക്താക്കളായി മാറിയ ഇവിടുത്തെ CPIM-നോ കോൺഗ്രസിനോ ഇവിടെ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കൊലയിൽ, ഈ കൂട്ടക്കൊലയിൽ ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധവും നടത്തണ്ട. മതേതരത്വം എവിടെ പോയി എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ധാരാളം ആളുകൾ പറയും മതേതരത്വത്തിന്റെ വക്താക്കളായി നിൽക്കുമ്പോൾ ഇവരുടെ മതേതരത്വം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ നമ്മൾ നടത്തുന്ന ഈ പ്രതിഷേധ ധർണയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഇതൊരിക്കലും ഇവിടെ നിന്ന് തീരുന്നില്ല. ഇത് താഴെ തട്ടിൽ ഇതൊരു വലിയ പ്രതിഷേധമായി ആളിക്കത്തും. ഒരിക്കലും ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വേട്ടപ്പട്ടികൾക്ക് വേട്ടയാടാൻ ഒരിക്കലും വിട്ടുതരില്ല. ആ ഒരു നിലപാട് ഈ പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് ആക്കാമെങ്കിൽ ഇനിയും ബംഗ്ലാദേശിൽ കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നട്ടല് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട്, ഇവിടുത്തെ ഇടതുപക്ഷത്തോടും ഭൂപക്ഷത്തോടും ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ പറയാനുള്ളത് ഇത് താൽക്കാലികമാണ്. നിങ്ങൾക്ക് ബംഗ്ലാദേശിന്റെ മണ്ണിൽ നിന്നും ഇനിയും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടപ്പിലാക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും.
എന്നും ഭാരതം ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഈ ഭാരതത്തിന്റെ ഞങ്ങളുടെ പ്രതിഷേധം ഇങ്ങനെയൊക്കെ ഒരു കാലത്ത് ഇന്ത്യയെ ദുർഗ എന്ന് വിശേഷിപ്പിച്ച ബംഗ്ലാദേശ് ഇടപെടൽ നടത്തിയപ്പോൾ ഇന്ന് ഭാരത് ലോകത്തിൽ തന്നെ കരുത്തനായ 56 നെഞ്ചളവുള്ള അല്ലെങ്കിൽ തന്റേടിയായ ഒരു ഭരണാധികാരി ഭരിക്കുന്ന ഈ ഭാരതത്തിന്റെ രാജ്യങ്ങളിൽ ലോകത്തെവിടെയും ഭാരതത്തിന്റെ സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ സുരക്ഷിതരായിരിക്കും. അതിനൊരു സംശയവും വേണ്ട. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, കുറച്ചു നാൾ മുമ്പ് CA സിറ്റിസൺ അമെൻഡ്മെന്റ് ആക്ട് വന്നപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം നടത്തി. എന്താണ്? ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയുള്ള ഈ ന്യൂനപക്ഷങ്ങൾ, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും ലഷ്കർ-ഇ തോയ്ബയുടെയും ഒക്കെ ഈ ക്രൂര കൃത്യങ്ങളിൽ നിന്ന് ഭാരതത്തിൽ വന്ന് അഭയം പ്രാപിക്കുന്ന അവർക്ക് ഭാരത പൗരത്വം കൊടുക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവരെ തിട്ടൂരം എന്താണെന്ന് ഇനിയെങ്കിലും അവർക്ക് മുന്നിൽ എല്ലാം മടയേറി വെച്ചുകൊണ്ട് അവർ ഇന്നും ശ്രേഷ്ഠന്മാരായി കാണുന്ന ഈ കേരളത്തിലെ ആളുകൾ തിരിച്ചറിയണം. അതിനൊരു മാർഗമാണ് ഈ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഈ വിഷയങ്ങളിൽ നിന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഐക്യദാർഢ്യ ധർണ എല്ലാവിധ ആശംസകളും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും എന്റെ സാദര നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബുജി ഇവിടെ വിശദമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെ നടത്തുകയുണ്ടായി. നമുക്കറിയാം, ബംഗ്ലാദേശിലെ കലാപം പൊട്ടി പുറപ്പെട്ടത് മുതൽ കേരളത്തിലും ഭാരതത്തിലും ഹൈന്ദവ സംഘടനകൾ ഒന്നായിട്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയുണ്ടായി. തെരുവിലിറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ തെരുവിൽ കലാപം നടത്തുക എന്നുള്ളതല്ല. നമ്മുടെ ഐക്യദാർഢ്യം, ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഐക്യദാർഢ്യം, ഭാരതത്തിലെ മനുഷ്യരുടെ ഐക്യദാർഢ്യം, അത് മതമേതായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും എല്ലാവരുടെയും ഐക്യദാർഢ്യം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോടും അവിടുത്തെ ന്യൂനപക്ഷങ്ങളോടുമൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സംഘടനകൾ നടത്തുന്നതിൽ നമ്മളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ കരണീയമായിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്തേ. ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ, പ്രവർത്തകരെ, നമസ്കാരം. ഈ ധർണാ സമരത്തിലെ അധ്യക്ഷരെ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പൂജ്യ സ്വാമിനി, കൂടാതെ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ആർ വി ബാബു അവർകൾ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നാം വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ സമര പന്തലിൽ ഇരിക്കുന്നത് എന്നറിയാം. ഒരു 1921 അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്ന് ബംഗ്ലാദേശില് അവിടുത്തെ ഹൈന്ദവ സമൂഹം നേരിടുന്ന പൈശാചികമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹൈന്ദവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സമാധാന മതക്കാര് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളാണ് ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്തും മലപ്പുറം ജില്ലയിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, സർക്കാരിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന്
അവരേത് പ്രദേശത്താണോ ഏത് രാജ്യത്താണോ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളത് അവിടെയെല്ലാം അതിക്രൂരമായ പീഡനത്തിന് ഇരയാകുന്ന സാഹചര്യവും ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്രൂരമായ പൈശാചികമായ അക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അയ്യങ്കാളി സർവീസ് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇങ്ങനെ ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.